ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക, ഇറാനിലെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന് നമുക്കൊക്കെ അറിയാം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞും ഖാംനെയി കൊല്ലപ്പെട്ടതിന് ശേഷവുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞത് ഇറാനിൽ ഞങ്ങൾ പറയുന്ന ഭരണാധികാരി അധികാരത്തിലേറാൻ പോവുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഭരണാധികാരി ആരാണെന്ന് താൻ തീരുമാനിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വലിയ സന്തോഷത്തോടു കൂടി പറയുന്നു, അന്ന് പറഞ്ഞു ഇറാനിൽ പുതിയ ഭരണകൂടം വരുന്നതോടെ ഇസ്രായേലിൻ്റെ ഭീഷണികളെല്ലാം അവസാനിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. യുദ്ധം 13 ദിനം പിന്നിട്ടപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവിടെ ഭരണാധികാരിയെ മാറ്റണ്ട എന്ന നിലയിലേക്ക് വലിയൊരു മനംമാറ്റം വന്നിട്ടുണ്ട്. ജെറുസലേം പോസ്റ്റ് എന്ന മാധ്യമത്തിൽ ഇന്ന് വന്ന വാർത്തയിൽ പറയുന്നു, ഇറാനിൽ ഒരു റെജീം ചേഞ്ച് വേണ്ട, മറിച്ച് ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF അതോടൊപ്പം നെതന്യാഹു ഒക്കെ പറഞ്ഞു അത്രേ. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുകയാണ്, ഞങ്ങൾ യുദ്ധം പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്, കാരണം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന്. അതേസമയം ഇറാൻ അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നെഞ്ചത്തിലിട്ട് പൊട്ടിക്കാൻ കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്, അത് പ്രയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 150 മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അവകാശവാദം. അതായത് 150ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഒറ്റയടിക്ക് പ്രവഹിപ്പിക്കുന്ന വിധത്തിൽ കരുത്തരാണ് ഇപ്പോഴും ഇറാൻ എന്ന് സാരം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞങ്ങൾ അധികനാൾ യുദ്ധം തുടരേണ്ടതില്ല എന്ന നിലയിലേക്കാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇറാൻ പറയുന്നു, പരിപൂർണമായി ഞങ്ങളുടെ പരമാധികാരം അംഗീകരിച്ച് ഇവിടെ നിന്ന് പുറത്തു പോയാൽ, അതായത് ഇറാന് നേരെ ഇനി ഒരു ആക്രമണവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി ഞങ്ങൾക്ക് നഷ്ടപരിഹാരവും നൽകി തിരിച്ചു പോയാൽ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാം എന്ന് ഇറാനും പറയുന്നു. ഇത് അംഗീകരിച്ചാൽ അമേരിക്കയുടെ കാര്യം കാട്ടപ്പോകുകയാണ്. ഇത് അംഗീകരിച്ചാൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ വളരും, കുതിച്ചുയരും. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കിളി പോയിരിക്കുന്ന സമയമാണ്. അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ച് കുടുങ്ങിപ്പോയവർ എന്ന് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി പശ്ചിമേഷ്യയെ ഈ വിധത്തിൽ ദുരന്തപൂർണമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നെതന്യാഹുവും ട്രംപും മാത്രമാണ്. ഇറാൻ്റെ തലയിലേക്ക് ഇടാനുള്ള നീക്കങ്ങളൊക്കെ അതിദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, തിരിച്ചറിയണം.